friends, it's me Gina. Welcome back to Manjupolri Family Vlogs. So happy morning guys. നമ്മുടെ ഈ വ്ളോഗ് നിങ്ങളിലേക്ക് എത്തുമ്പോൾ ഇത് രാവിലെ ആയിരിക്കാനാണ് സാധ്യത കൂടുതൽ. കാരണം ഞാനൊരു കൊച്ചു വെളുപ്പാൻ കാലത്തിരുന്നാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. കുറച്ച് ദിവസങ്ങളായി ഇത് എഡിറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു കേസ്, പക്ഷേ ഇപ്പോഴാണ് അത് കംപ്ലീറ്റ് ആയത്. സോ നമ്മുടെ മഞ്ഞുപോലൊരു ഫാമിലി വ്ളോഗ്സ് ആദ്യമായിട്ട് കാണുന്നവർ ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കേട്ടോ. സോ നമ്മുടെ ഈ വ്ളോഗിൻ്റെ യാത്ര തുടങ്ങുന്നത് ദേ ഇവിടെയാണ്. നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ചാനലിൽ നമ്മൾ ചെറിയൊരു യാത്ര പോവുകയാണ് ഗൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു ഷോർട്ട് വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കണ്ടായിരുന്നോ? കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ ഓടിപ്പോയി കാണണം കേട്ടോ. വളരെ സുന്ദരമായിട്ടുള്ളൊരു വ്ളോഗാണിത്. ഒരുപാട് നേച്ചർ ബ്യൂട്ടി കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്ന ഒരു ട്രാവൽ വ്ളോഗാണ് ഗൈസ് ഇത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ കാണുന്നവർ പറയാറുണ്ടായിരുന്നു നിങ്ങൾ പഴയ പോലെ ട്രാവൽ വ്ളോഗ്സ് വീണ്ടും ചെയ്യണമെന്ന്. ഇത് നമ്മൾ ചെയ്യുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മുടെ അനീഷ് ചേട്ടൻ നമ്മുടെ വ്ളോഗ് അതിമനോഹരമായ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഏതാണ് സ്ഥലം എന്നുള്ളത് തുടക്കം കണ്ടപ്പോൾ ആർക്കെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ടോ? ഇല്ലേ, പോകെ മനസ്സിലാവും ഗൈസ്. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായിട്ടൊരു വെയിറ്റിംഗ് ഷെഡാണ് ഗൈസ്. നിങ്ങൾക്ക് കാണുമ്പോൾ എന്ത് തോന്നുന്നു? ഇത്രയും മനോഹരമായിട്ടുള്ള വെയിറ്റിംഗ് ഷെഡ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഈ വെയിറ്റിംഗ് ഷെഡ് ഉള്ള നാട്ടുകാരെങ്കിലും നമ്മുടെ വ്ളോഗ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഭിമാനിക്കാം. വളരെ മനോഹരമായ ഒരു വെയിറ്റിംഗ് ഷെഡ് തന്നെയല്ലേ ഗൈസ്? അതെ, വെയിറ്റിംഗ് ഷെഡ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതേ നമ്മുടെ അനീഷ് ചേട്ടനും കുഞ്ഞും ഇനിയും മന്ദം നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അവരവിടെ നിന്ന് ഏറ്റവും സുന്ദരമായ കാഴ്ചകൾ കാണുകയാണ്. ആ സമയത്ത് ഞാൻ ആ കാഴ്ചകളൊക്കെ ഒപ്പിയെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോൾ അവരെന്തൊക്കെയോ കാര്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു ഗൈസ്. പക്ഷേ വണ്ടിയുടെ സൗണ്ട് ബാക്ക്ഗ്രൗണ്ടിലുള്ളത് കൊണ്ടാണ് ഞാനത് മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഗൈസ്, കേട്ടോ. എന്തു പറ്റി മിനിക്കുട്ടി? ആണോ? അതായത് രമണ അവരവിടെ നിന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മിന്നിക്കുട്ടി പറഞ്ഞതുപോലെ മിന്നിക്കുട്ടി ചാടിത്തുള്ളി പോയപ്പോൾ മിന്നിക്കുട്ടിയുടെ ബുഷ് അഴിഞ്ഞു പോയി കേസ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പോകുന്ന പോക്ക് ഉണ്ട്. പുള്ളിക്കാരി ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം നമ്മളധികം അങ്ങനെ പുറത്തേക്ക് പോകുന്നില്ല, അപ്പോൾ വല്ലപ്പോഴും ഒക്കെ പോകുള്ളൂ. സോ ഷീസ് വാസ് വെരി ഹാപ്പി. അവൾ മാത്രമല്ല ഞങ്ങളും കേട്ടോ. ഇപ്പം ഗൈസ് ഞാൻ കാണിച്ചിരുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ നല്ലൊരു എന്താ പറയുക, ആറെന്നൊക്കെ പറയാമല്ലേ, ആറാണ് തോടാണ് ഗൈസ്, നമുക്കിതിന് എന്ത് പറയാൻ പറ്റും. അപ്പോൾ നല്ല മനോഹരമായിട്ടുള്ളൊരു ചെറിയൊരു കുളം പോലെ എനിക്ക് അവിടെ ഫീൽ ചെയ്തു. അതുകൊണ്ടാണ്. സോ ഗൈസ് നമ്മൾ നമ്മുടെ ലൊക്കേഷനിലോട്ട് എത്തിക്കഴിഞ്ഞു. അപ്പോൾ അവിടെ നമുക്ക് എടുത്തു പറയത്തക്ക ഒരു കാഴ്ച നമ്മൾ കണ്ടു. വയനാടിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഒരുപാട് ദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ദുരന്ത ഭൂമിയായിട്ടുള്ള നമ്മുടെ വയനാട്ടിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹായിക്കാനായിട്ട് അവിടെ കുറച്ച് പേര് പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ഇത് കാണുന്നുണ്ടായിരുന്നു. പറ്റുന്ന പോലെ നമ്മൾക്ക് സപ്പോർട്ട് ചെയ്തു കേട്ടോ. സോ ഗായ്സ് നമ്മളിപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്ന സ്ഥലം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഏകദേശം ഒരു ക്ലിയർ ഐഡിയ ഉണ്ട്. നമ്മൾ ആലപ്പുഴ ബീച്ചിലാണ് ഗായ്സ് എത്തിയിട്ടുള്ളത്. അപ്പം ആലപ്പുഴ ബീച്ചിലേക്ക് നമ്മൾ മന്ദം ഓടിച്ചാടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം കുഞ്ഞുമിനിയുടെ ഒരു എക്സൈറ്റ്മെൻറ്റ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവൾ എത്രമാത്രം ഹാപ്പിയാണെന്ന്. അവൾ ആക്ച്വലി കുഞ്ഞായിരുന്ന സമയത്ത് നമ്മൾ ബീച്ചിൽ കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ട് ഗൈസ്. നമ്മൾ മുമ്പ് എറണാകുളത്ത് താമസിച്ചിരുന്ന പ്ലേസിൻ്റെ അടുത്തായിട്ടൊരു നല്ല ബീച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ അവളെ ഇടയ്ക്കൊക്കെ നമ്മൾ വൈകുന്നേരങ്ങളിൽ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന സമയത്ത് ബീച്ച് കൊണ്ടുപോയി കാണിക്കാറുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ആഫ്റ്റർ എ ലോങ് ടൈം, ഞാനും മനുഷ്യനും ഉൾപ്പെടെ ഞങ്ങളൊക്കെ ആഫ്റ്റർ എ ലോങ് ടൈമാണ് ഇപ്പോൾ ഒരു ബീച്ചിലേക്ക് വരുന്നത് ഗൈസ്. അപ്പോൾ എന്താ പറയുക, കടലെന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പ്ലേസാണല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലൊക്കെ എത്രമാത്രം സ്ട്രെസ്സും സ്ട്രെയിനും വിഷമവും സങ്കടങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കടലിൽ വന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വിഷമങ്ങളൊക്കെ പതുക്കെ ഒലിച്ചു പോകുമെന്ന് പറയുന്നത് വളരെ കറക്റ്റാണ് ഗൈസ്. എനിക്ക് ഒരുപാട് തവണ അത് ഫീൽ ചെയ്തിട്ടുണ്ട്. മുമ്പ് ഞാൻ പറഞ്ഞു, മുമ്പ് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ മുമ്പ് താമസിക്കുന്ന പ്ലേസിൻ്റെ അടുത്തായിട്ടൊരു ബീച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സ്ട്രെസ്സ് തോന്നുന്ന സമയത്തൊക്കെ മാക്സിമം ഞാൻ അവിടെ പോയിരിക്കാൻ ശ്രമിക്കാറുണ്ടായിരുന്നു ഗൈസ്. നമ്മുടെ ചാനൽ മുമ്പ് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. ആ ബീച്ചിൽ നിന്ന് ഷൂട്ട് ചെയ്ത ഒരുപാട് ഷോർട്സ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. കാണാത്തവരൊക്കെ ഓടിപ്പോയി കാണണം ഗൈസ്. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ ഭംഗിയുള്ളൊരു ബീച്ചാണ് ഗൈസ്. നമ്മളവിടെ എത്തിയ സമയത്ത് ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. കാരണം നമ്മൾ ബസ്സിനാണ് സുഹൃത്തുക്കളെ പോയത്. നിങ്ങൾ ആദ്യം കണ്ടല്ലോ. അപ്പോൾ ബസ്സിന് പോകുന്നവരുടെ പ്രത്യേകം ശ്രദ്ധിക്കുക. ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് നിങ്ങളൊരു ഓട്ടോ വിളിച്ച് പോകാൻ ശ്രദ്ധിക്കുക. എനിക്ക് തോന്നുന്നു ഒരു 50-60 രൂപയൊക്കെ ആവുമായിരിക്കും, ചിലപ്പോൾ അത് കൂടുതലാവുമെന്നും എനിക്കറിയില്ല. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ നമ്മളവിടെ ഒരു ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി ഒരുപാട് ദൂരം ഉണ്ടോ എന്ന് ചോദിച്ചപ്പം ഇല്ല മോളെ, കുറച്ച് ദൂരമേ ഉള്ളൂ, നടന്ന് മോളെ ദൂരമേ ഉള്ളൂ എന്ന് പറഞ്ഞു. നടന്ന് നമ്മളൊരു വഴിക്കായി കേസ്. പക്ഷേ നന്നായിട്ട് നടക്കാൻ ഇഷ്ടമുള്ളവർക്ക് അതൊരു ഈവനിങ് വാക്ക് ഒക്കെ ആയിട്ട് കൺസിഡർ ചെയ്ത് പോകാൻ പറ്റും. പക്ഷേ നമ്മൾ കുഞ്ഞുമിനിയൊക്കെ എടുത്തുകൊണ്ട് പോയതുകൊണ്ടും കുറച്ചേറെ ദൂരം നടന്നതുകൊണ്ട് ഞാൻ മടുത്തു കേസ്. അപ്പോൾ അതുകൊണ്ട് നടക്കാൻ മടിയുള്ളവരോട് ഞാൻ എല്ലാവരോടും റെക്കമെൻഡ് ചെയ്യുന്നത്, നിങ്ങൾ ബസ്സിനാണ് പോകുന്നതെങ്കിൽ, നമ്മൾ സ്വന്തം വാഹനത്തിലല്ലാതെ ബസ്സിനാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ ചെറുതായിട്ടൊരു ഓട്ടോയൊക്കെ വിളിച്ച് പോയാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നുണ്ട്. അത് നടന്ന് നമ്മൾ മടുത്ത് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് അവസരമാവും കേസ്. അത്രമാത്രമൊന്നുമില്ല കേട്ടോ. പക്ഷേ എനിക്ക് ഓട്ടോയ്ക്ക് പോകാമായിരുന്നു എന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ ജെനുവിനായിട്ടുള്ളൊരു അഭിപ്രായം പറഞ്ഞതാണേ. സോ എത്ര മനോഹരമാണ് ബീച്ച് നോക്കി. വൈകുന്നേരമൊക്കെ ആയ സമയത്ത് എനിക്ക് എല്ലാ സമയത്തും അവിടെ ആളുകളുണ്ടെന്ന് തോന്നുന്നു. ആലപ്പുഴക്കാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. അപ്പം ഞങ്ങൾ ചെന്ന സമയത്ത് ഇഷ്ടംപോലെ ആൾക്കാർ നോക്കി, കണ്ടെത്താ ദൂരത്തോളം പരന്ന് കിടക്കുന്ന ബീച്ചാണ്. അവിടെ ഇഷ്ടംമാതിരി ആൾക്കാർ, ഫാമിലീസ്, ഫ്രണ്ട്സ്, ഒരുപാട് ആൾക്കാർ ബീച്ചിൽ വന്ന്
സന്തോഷത്തോടെ അവർ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരുപാട് കുട്ടികൾ അവിടെ കളിക്കുന്നുണ്ട്. കുട്ടികൾ മാത്രമല്ല, വലിയ വലിയ ചേട്ടന്മാരൊക്കെ അവിടെ കളിക്കുന്നുണ്ടായിരുന്നു. സോ നമ്മുടെ കുഞ്ഞുമണിയുടെ എക്സൈറ്റ്മെൻറ്റ് കണ്ടാൽ മനസ്സിലാവും അവൾ എത്രമാത്രം ഹാപ്പിയാണെന്ന് ഗൈസ്. അവൾ വളരെയധികം ഹാപ്പിയായിരുന്നു. അപ്പോൾ ഈ ബ്ലോഗ് കണ്ടുകൊണ്ടിരിക്കുക നിങ്ങളെല്ലാം ഹാപ്പിയാണെന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ മനസ്സിലുള്ളവരാണെങ്കിൽ ഗൈസ്, വിഷമങ്ങളില്ലാത്ത മനുഷ്യരുണ്ടോ അല്ലേ? അപ്പോൾ ഒരുപാട് വിഷമങ്ങൾ എല്ലാവരുടെ ഉള്ളിലും കാണും. വിഷമം മാത്രമായിട്ടുള്ള ഒരു ലൈഫ് ആർക്കും ഉണ്ടാവില്ല. വിഷമങ്ങൾക്കിടയിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങൾ നമുക്ക് കിട്ടും. ഇല്ലെങ്കിൽ ആ സന്തോഷിക്കാനുള്ള മുഹൂർത്തങ്ങൾ നമ്മളായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാമെന്ന് ഞാൻ പറയുള്ളൂ ഗൈസ്. നമ്മുടെ ജീവിതം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉള്ള നമുക്ക് ഇതുപോലുള്ള ഹാപ്പിനെസ് മൊമെൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് തന്നെ എടുത്തേ മതിയാവുള്ളൂ കേട്ടോ. വൺസ് അഗെയിൻ ഞാൻ പറയുകയാണ്, ലൈഫിൽ എല്ലാവരും പ്രത്യേകിച്ചും വീട്ടിൽ ഒതുങ്ങിയിരിക്കുന്ന ലേഡീസിനോട് എനിക്ക് പ്രത്യേകിച്ചും പറയാനുള്ള കാര്യങ്ങൾ, നമ്മളൊരു 30s 40s ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ലൈഫ് എന്താണ്, എങ്ങോട്ടാണ്, എങ്ങനെയാണെന്നൊക്കെ കുറേ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് ജീവിക്കുന്നതൊക്കെ ആലോചിക്കുന്ന കുറേ ആളുകളുണ്ടാവും കേട്ടോ. ഞാൻ ചുമ്മാ എൻ്റെ മനസ്സിൽ നിന്ന് പറയുന്നതല്ല, ചില സമയത്ത് എൻ്റെ മനസ്സിലും തോന്നിയിട്ടുണ്ട്, അല്ലെങ്കിൽ പലരും എന്നോട് ഷെയർ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ ലൈഫ് നമ്മൾ കുറേ വളരെ ബിസി ആയിട്ട് നമ്മുടെ ലൈഫിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നതാണോ നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പാഷൻ എവിടെ നിൽക്കുന്നു, എന്നൊക്കെ നമ്മൾ കുറേ കൺഫ്യൂസ്ഡ് ആവാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് ഗൈസ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ ഫാമിലിക്കൊപ്പം നമ്മളൊന്ന് എൻജോയ് ചെയ്ത് പുറത്തു പോവുക. ഉള്ള സമയങ്ങൾ നമ്മുടെ വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ മാക്സിമം നമ്മൾ തന്നെ ശ്രമിക്കണം ഗൈസ്. നമ്മുടെ ഹാപ്പിനെസ് നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ആരും നമുക്ക് കൊണ്ടുതരാൻ പോകുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് എത്രമാത്രം ആളുകൾ നമ്മൾ ചുറ്റുമുണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ സെൽഫായിട്ട് നമുക്കൊരു ഹാപ്പിനെസ് കിട്ടണമെങ്കിൽ അത് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കണം ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരു ദിവസത്തിൽ വളരെ കുറഞ്ഞൊരു 1 മണിക്കൂറെങ്കിലും നിങ്ങൾ മാറ്റി വയ്ക്കാമെന്ന് ഞാൻ പറയുള്ളൂ. നിങ്ങളുടെ ഹെൽത്തിനെ ശ്രദ്ധിക്കാനായിട്ട്, നിങ്ങളുടെ ആരോഗ്യത്തെ ശ്രദ്ധിക്കാനായിട്ട്, അല്ലെങ്കിൽ ഏറ്റവും നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനേക്കാളും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഗൈസ് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഡാമേജ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും എന്താ പറയുക, ഫിസിക്കൽ ഹെൽത്ത് എത്രയുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ലല്ലേ. സോ അതുകൊണ്ട് ഫിസിക്കൽ ഹെൽത്തും മെൻ്റൽ ഹെൽത്തും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഗൈസ്. നമ്മുടെ കുഞ്ഞു തുള്ളി കളിക്കുന്നത് പോലെ നമ്മളൊക്കെ എത്ര പ്രായമായാലും ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ ഗൈസ്. നമ്മുടെ അതിൽ അമ്മച്ച് നിന്നൊരു കുഞ്ഞാവേങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. അപ്പോൾ നമ്മൾ കുഞ്ഞു മാമന്മാർ എത്ര സുന്ദരമായിട്ട് ഒരു ടെൻഷനും അറിയാതെ അവർ തുള്ളി കളിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ നമ്മളുടെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പ്രശ്നങ്ങൾ മാറ്റി വയ്ക്കാൻ പറ്റുമെന്നല്ല ഗൈസ്. പ്രശ്നങ്ങളൊക്കെ ഒരു സൈഡിൽ കൂടെ വന്നു പോയിക്കൊണ്ടിരിക്കും. പക്ഷേ അതിൽ മാത്രം പെട്ടു പോവാതെ നമ്മൾ നമ്മുടെ ലൈഫിനെ കുറച്ചുകൂടി എൻജോയ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക ഗൈസ്. അപ്പം നമ്മുടെ വീഡിയോ കുറച്ച് ലെങ്തി ആണെന്ന് വെച്ചാൽ അധികം ലെങ്തി ഒന്നുമല്ല, പക്ഷേ നിങ്ങൾക്ക് കാണാനുള്ള ഒരുപാട് ഭംഗിയുള്ള കാര്യങ്ങൾ ഇതിനകത്തുള്ളത് കൊണ്ടും അതിന് ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ നിങ്ങൾക്ക് സം സോർട്ട് ഓഫ് മോട്ടിവേഷൻസ് തരുന്നത് കൊണ്ടും ഇത് എത്രമാത്രം മോട്ടിവേഷൻ ആണെന്ന് എനിക്കറിയില്ല ഗൈസ്. പക്ഷേ എന്നെ പോലെ വീട്ടിലിരിക്കുന്ന കുറച്ച് വീട്ടമ്മമാർക്ക് ഇത് വളരെയധികം ഉപകരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഗൈസ്. നമ്മൾ എപ്പോഴും നമ്മൾ വർക്ക് അല്ലെങ്കിൽ വീട്ടുകാർ, നമ്മുടെ കുഞ്ഞ്, ഹസ്ബൻഡ് എന്നൊക്കെ മാത്രം നമ്മൾ ഒതുങ്ങി പോകുന്നതിന് പകരമായിട്ട് കുറച്ചൊക്കെ നമ്മളെ പറ്റി നമ്മുടെ സെൽഫ് കെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗൈസ്. അതുകൊണ്ട് നമ്മൾ വീട്ടമ്മമാർക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ രാമന്തിയോളം പണിയെടുത്ത് കുടുംബത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഓരോ ഗ്രഹനാഥന്മാർക്കും കൂടി ഉള്ളൊരു ടോക്കാണ് കേട്ടോ ഇത്. നിങ്ങളുടെ ലൈഫ് മാക്സിമം എൻജോയ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫാമിലിക്കൊപ്പം നിങ്ങളൊന്ന് പറ്റുന്ന പോലെ പുറത്ത് പോവുക. നമ്മൾ ഒരുപാട് പൈസയൊന്നും ചിലവഴിക്കാൻ നമുക്ക് പറ്റില്ല ഗൈസ്. നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ഒരു ജസ്റ്റ് നമ്മൾ പോയി തട്ടുകടയിൽ നിന്ന് ചെറിയൊരു ഫുഡ് കഴിക്കുന്നതായിരിക്കും, ഒരു തട്ട് ദോശ കഴിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ചെറിയൊരു സ്നാക്സ് വാങ്ങി കഴിക്കുന്നതായിരിക്കും. എപ്പോഴും കോസ്റ്റ്ലി ഫുഡ് മേടിച്ച് കഴിക്കുന്നതിലോ കോസ്റ്റ്ലി ഡ്രസ്സ് ഇടുന്നതിലോ ഒന്നും അല്ല കേസ് കാര്യം. നമ്മുടെ പോകുന്ന യാത്രകൾ വളരെ ചിലവ് ചുരുക്കി നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ചെറിയ യാത്രകൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ യാത്ര കാണുമ്പോൾ ആരും വിചാരിക്കരുത് നമ്മൾ ഒരുപാട് പൈസ മുടക്കിയാണ് പോകുന്നതെന്ന്. ഞാൻ അതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയുന്നത്. വളരെ തുച്ഛമായ ക്യാഷ് മുടക്കി അല്ലെങ്കിൽ ചെറിയൊരു സ്നാക്സ് കഴിച്ച് അല്ലെങ്കിൽ ബസ്സിൽ യാത്ര ചെയ്താണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. അപ്പം നമുക്ക് അതിന് മാത്രമുള്ള ചിലവ് വരില്ല എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുള്ളൂ. അപ്പം എന്താണ് ഗൈസ് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ലൈഫിൽ നമുക്ക് ഒരു ലൈഫേ ഉള്ളൂ. നമ്മൾക്ക് പല വിശ്വാസങ്ങളും ജീവിക്കുന്നവരാണ്. മുമ്പോട്ട് ലൈഫ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്, ചിലരില്ല എന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ വിശ്വാസം എന്തുമായിക്കോട്ടെ ഗൈസ്, എല്ലാവരുടെയും വിശ്വാസങ്ങൾ നല്ലതാണ്. പക്ഷേ എന്തായാലും നമ്മളിപ്പം ജീവിച്ചു പോകുന്ന ഈ ഒരു ലൈഫ് നമ്മൾ വളരെ സന്തോഷത്തോടെ മുമ്പോട്ട് പോവുക ഗൈസ്. അപ്പം സന്തോഷം മാത്രമല്ല സങ്കടമാണെന്ന് വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവരുടെയും ലൈഫിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ ദാറ്റ് മീൻസ് അത് മാത്രമായിട്ട് നമ്മൾ ഒതുങ്ങി പോകരുത്. ഞാൻ വീണ്ടും എന്താണ് നമ്മൾ സങ്കടങ്ങൾ മാത്രമെന്ന് പറയുന്നതെന്ന് അറിയില്ല. ഞാൻ വേറൊന്നും കൊണ്ടുള്ള ഗൈസ് ഇത് വീണ്ടും പറയുന്നത്. നമ്മൾ ഒരുപാട് പേരുമായിട്ട് നമ്മൾ ഡെയിലി സംസാരിക്കുന്നുണ്ട്. എസ്പെഷ്യലി നമ്മൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത്, പിന്നെ സോഷ്യൽ മീഡിയയിൽ കൂടിയൊക്കെ നമ്മളോട് ഒരുപാട് പേര് ഇൻട്രാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരുപാട് പേര് പറയുന്നത് വളരെ സ്ട്രെസ്സാണ് ജീന, വളരെ സ്ട്രെയിനാണ് ജീന, അല്ലെങ്കിൽ വളരെ സങ്കടങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ പറയുന്ന എനിക്കും ഒരുപാട് മൂഡിയായിട്ടുള്ള ഡേയ്സ് വരാറുണ്ട് ഗൈസ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാനും കുറച്ച് മൂഡ് ഔട്ടായിരുന്നു. സോ അതിൽ നിന്നൊക്കെ റിക്കവർ ചെയ്യാനായിട്ട് ഞാൻ ഓപ്റ്റ് ചെയ്തൊരു മാർഗ്ഗം കൂടിയാണ് ഗൈസ് നമുക്കൊന്ന് പുറത്ത് പോകാമെന്നുള്ളത്. അപ്പോൾ അനുഷ്ഠൻ അതിൽ എഗ്രി ചെയ്തു. അപ്പം നമുക്ക് അങ്ങനെ എന്താ പറയുക, നമ്മുടെ പാർട്ട്നേഴ്സ് നമ്മുടെ കൂടെ നിന്നെങ്കിൽ മാത്രമേ നമുക്ക് ഓരോ കാര്യങ്ങൾക്ക് ഇതുപോലെ പോകാൻ പറ്റുള്ളൂ. ദാറ്റ് ഡസൻറ്റ് മീൻ നമ്മുടെ പാർട്ട്ണർ റിച്ച് ആണോ അല്ലെങ്കിൽ ഒരുപാട് ക്യാഷ് ഉള്ള ആളാണോ എന്നുള്ളതിലൊന്നും കാര്യമില്ല ഗൈസ്. നമുക്ക് ഈ ജോലി എന്താണ് എന്നതിലൊന്നും ഒരു കാര്യമില്ല, അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ എന്താണെന്നുള്ളതിലൊരു കാര്യമില്ല. നമ്മളെ എത്രമാത്രം അവർ കരുതുന്നുണ്ട് എന്നുള്ളതിൽ മാത്രമാണ് കാര്യം ഇരിക്കുന്നത്. സോ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട കല്യാണം കഴിഞ്ഞവരോടും അല്ലെങ്കിൽ കല്യാണം കഴിയാൻ പോകുന്നവരോടും എല്ലാവരോടും ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ലൈഫിലേക്ക് ഒരാൾ വന്ന് ചേർന്നിട്ടുണ്ടെങ്കിൽ മാക്സിമം അവരെ ഹാപ്പിയാക്കി വെക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ കുഞ്ഞുമക്കൾ, നമുക്ക് എന്തെങ്കിലും സ്ട്രെസ്സും സ്ട്രെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ
കുഞ്ഞു മക്കളിലേക്ക് അത് എത്താതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. പറ്റുന്ന പോലെയൊക്കെ അവരെ ഹാപ്പി ആക്കി വെക്കാൻ ശ്രദ്ധിക്കുക. അതേ കുഞ്ഞുമിനിക്ക് വേണ്ടി ചെറിയൊരു കളിപ്പാട്ടം വാങ്ങാനായിട്ട് ചെന്നതാണ് ഗെയ്സ്. അപ്പോൾ നമ്മൾ അവൾക്ക് അങ്ങനെ അധികം വലിയ കളിപ്പാട്ടങ്ങളൊന്നും വാങ്ങി കൊടുക്കാറില്ല. നമുക്ക് അവളുടെ പ്രിയപ്പെട്ടവരൊക്കെ അവർക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള കളിപ്പാട്ടങ്ങൾ അവർക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്ത് പോകും, പക്ഷേ എന്തെങ്കിലും അവൾക്ക് മേടിച്ച് കൊടുക്കണമല്ലോ, അല്ലെങ്കിൽ അവളെ കുഞ്ഞു മനസ്സിന് സങ്കടമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെറിയൊരു ഫോൺ, ഒരു 50 രൂപയുടെ ഒരു ഫോൺ ഗെയ്സ്, ചെറിയൊരു കുഞ്ഞു ഫോൺ 2 എറിഞ്ഞാൽ പോവത്, ചെറിയൊരു ഫോണും ചെറിയൊരു കാറ്റാടി പോലത്തെ ഫാനുമാണ് മേടിച്ച് കൊടുത്തത്. അപ്പോൾ ആ ഫാൻ നമ്മൾ മുമ്പത്തെ ഒരു ലൈവിൽ അവൾ കാണിച്ചിട്ടുണ്ട് ഗെയ്സ്, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഒരുപാട് കടകളും നമ്മുടെ കുഞ്ഞുമക്കൾക്കൊക്കെ മേടിച്ച് കൊടുക്കാൻ പറ്റുന്ന ടോയ്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് ഗൈസ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നമ്മൾ ഈ ഒരു അമ്പലത്തിൽ അല്ലെങ്കിൽ പെരുന്നാളിനൊക്കെ പോകുമ്പോൾ ഒരുപാട് കടകൾ കാണില്ലേ, നമുക്ക് ഫുഡ് സ്റ്റോളുകൾ, കളിപ്പാട്ട കടകൾ, മാല കമ്മൽ ഷോപ്സ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അവിടെയുണ്ട്. പക്ഷേ നമുക്ക് എല്ലാ ഷോപ്പിലൊന്നും നമ്മൾ കയറിയില്ല, കാരണം നമ്മൾ ചെന്നപ്പോൾ തന്നെ ഒരുപാട് ലേറ്റ് ആയിരുന്നു. നമുക്ക് ബസ്സിന് തിരിച്ച് വരേണ്ടത് കൊണ്ടൊക്കെ തന്നെ നമ്മളൊന്ന് ഓടിപ്പാഞ്ഞ് എൻജോയ് ചെയ്ത് പോരുമായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് പറ്റുന്ന പോലെ തന്നെ നമ്മൾ 1-2 ഷോർട്സും കാര്യങ്ങളൊക്കെ എടുത്തു. ആസ് യൂഷ്വൽ നമ്മൾ യൂട്യൂബേഴ്സ് ആകുമ്പോൾ പുറത്ത് പോകുമ്പോൾ നിങ്ങളെ ഈ കാഴ്ചകളൊക്കെ കാണിക്കണം എന്നുള്ള ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിൽ എന്തായാലും ഉണ്ടാവും. നമ്മൾ മാത്രം കണ്ടാൽ പോരല്ലോ. എന്നോട് പണ്ട് നമ്മൾ ട്രാവൽ വ്ളോഗ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് വീട്ടമ്മമാർ പറയുമായിരുന്നു, ഗൈസ് ജീന ഞങ്ങൾക്ക് വന്ന് കാണാൻ പറ്റുന്നില്ല, പക്ഷേ നിൻ്റെ വീഡിയോയിൽ കൂടി ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, നീ കാണുന്നതിലൂടെ ഞങ്ങളും കാണുന്നുണ്ടെന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് ട്രാവൽ വ്ളോഗ്സ് ഒന്നും കാര്യമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ എപ്പോഴും ഞാൻ ഓർക്കുമായിരുന്നു ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ തീർച്ചയായിട്ടും ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കണമെന്ന്. അപ്പോൾ വൺസ് അഗെയിൻ ഗൈസ്, ഈ യാത്ര എനിക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്. യാത്ര ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഒരുപാട് പേര് വീട്ടിൽ ഒതുങ്ങിയിരിക്കുന്നവരുണ്ട്. നിങ്ങൾ പറ്റുവാണെങ്കിൽ ചിലവ് ചുരുങ്ങിയ രീതിയിൽ, നമുക്ക് അധികം രൂപ ചിലവൊന്നുമില്ല കേസ്, നമുക്ക് ബസ്സിനൊക്കെ ഒന്ന് പോയിട്ട് വരാവുന്ന ദൂരങ്ങളിലേക്ക് നിങ്ങളൊക്കെ ഒന്ന് യാത്ര പോയിട്ട് നിങ്ങളുടെ സ്പെഷ്യൽ ആയിട്ടുള്ള മൊമെൻറ്റ്സ് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. സോ എല്ലാവരും സന്തോഷിക്കട്ടെ. അപ്പോൾ അടുത്ത വ്ളോഗ് വരെ കാണുന്നവരേക്കും ബൈ ബൈ.